കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഗ്രഹപ്പിഴയും രോഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? പലരും ജാതകം നോക്കാൻ വരുന്ന സമയത്ത് പറയാറുണ്ട്, എന്താണ് ജാതകം എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നിങ്ങൾക്ക് ഇന്ന അസുഖം ഉണ്ടോ? ഭയങ്കര കുറെ കാലമായി മരുന്ന് കഴിക്കുന്നു, അസുഖം ഭയങ്കര പ്രശ്നമാണ്, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. കാരണം നമ്മുടെ ഗ്രഹങ്ങൾ പിഴച്ചിരിക്കുന്ന സമയത്ത്, ഗ്രഹങ്ങൾ അനിഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് വ്യാഴദശ അനുകൂലമാണ് എങ്കിൽ നമുക്ക് വ്യാഴദശയിൽ പല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ, വ്യാഴം അനുകൂലത്തിലാവുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് ശുഭസൂചകമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അല്ലാതെ വ്യാഴം ദോഷത്തിലാണ് എന്ന ഗ്രഹപ്പിഴ ദോഷം സംഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് വിപരീതപരമായ കാര്യങ്ങളും സംഭവിക്കാം. അസുഖമായിട്ടും കുടുംബത്തിൽ ദാരിദ്ര്യവും ദുഃഖവും പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെയാണ് നമ്മൾ രാഹു അനിഷ്ടത്തിലാണ് അല്ലെങ്കിൽ രാഹു ദോഷം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ത്വക്ക് രോഗങ്ങള്, മേല് ചൊറിച്ചില്, അതുപോലെ സ്കിന്നിന് അലർജി അസുഖങ്ങള്, ഇങ്ങനെയുള്ള പല രോഗങ്ങളും നമുക്ക് ഈ സമയത്ത് രാഹു അനിഷ്ടത്തിലായ സമയത്ത് സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രാഹു ദോഷം, നമുക്ക് ഗ്രഹപ്പിഴ ദോഷം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നോക്കി അതിന് പരിഹാരം ചെയ്ത് രാഹുവിനെ നമ്മളോടുകൂടി അനുകൂലമാക്കി ഇഷ്ടത്തിലാക്കാൻ നോക്കാം. രോഗങ്ങൾ വരുന്നതിന് പിന്നിൽ ഗ്രഹങ്ങളുടെ ഒരു ദോഷം തന്നെയാണെന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. ജാതകം പരിശോധിച്ച് അത് മുൻകൂട്ടി കണ്ട് നമുക്ക് കണ്ടുപിടിക്കാനാവും, അതിന് പരിഹാരങ്ങളും ചെയ്യാനാവും. അങ്ങനെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 99% നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ ഒരു തടയിടാനും അതിനെ നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് രോഗം ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, എന്ന് വിചാരിച്ച് വലിയ മഹാരോഗങ്ങൾ വരുന്നത് അത് ആയിരിക്കില്ലെങ്കിൽ തന്നെയും നമ്മുടെ ജാതകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹങ്ങളിലോ ചില ഗ്രഹങ്ങളുടെ സമയത്തോ ചില ദശാസന്ധികളിലോ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ കണ്ടുപിടിച്ച് ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ നമുക്ക് എന്താണ്, ആ ഗ്രഹപ്പിഴ ദോഷങ്ങൾ മാറാനും ആ രോഗങ്ങൾക്ക് ഒരു അറുതി വരുത്താനും ശമനം വരുത്താനും നമുക്ക് സാധിക്കും. അപ്പോൾ തീർത്ഥാടനം, ആഹാരക്രമം, സ്നാനം, ഇവൻ കുളിക്കുന്നതിൽ പോലും നമ്മൾ ചില വസ്തുതകൾ ചേർത്ത് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളുടെ രോഗത്തിന് ഒരു ശമനം ഉണ്ടാവും. തീർത്ഥാടനം ചെയ്യുക, ആഹാരക്രമങ്ങൾ പാലിക്കുക, ഇങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹദേവതയെ പൂജിച്ച്, ആ ഏതാണോ പിഴച്ചിരിക്കുന്ന ഗ്രഹം ആ ദേവതയും കൂടെ പൂജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ദോഷങ്ങൾ അകലും, ഗ്രഹദോഷങ്ങൾ അകലും.